ആക്ച്വലി വരുന്നില്ല, ഇത് എക്സ്ട്രാ വെച്ചാണ്, ഇത് എക്സ്ട്രാ വെച്ചാണ്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഹീറോ എക്സ്പൾസ് 200T. അതായത് എക്സ്പൾസിൻ്റെ തന്നെ റോഡ് വെർഷൻ ഉണ്ടായിരുന്നല്ലോ, എക്സ്പൾസിൻ്റെ റോഡ് വെർഷനാണിത്, സ്ട്രീറ്റ് വെർഷൻ. ഇത് ആക്ച്വലി വരുന്നില്ല, ഇത് എക്സ്ട്രാ വെച്ചാണ്, ഇത് എക്സ്ട്രാ വെച്ചാണ്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ജസ്റ്റ് ഞങ്ങളൊന്ന് സർവീസിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഓടിച്ച് നോക്കാൻ പറ്റി. എക്സ്പൾസിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ്. അത് പഴയ എക്സ്പൾസ് ഇല്ല, ഇപ്പോഴത്തെ എക്സ്പൾസിന് കാലും ഉള്ളിത്തത്തില്ല. ഇത് അതിന് ആദ്യം ഇറങ്ങിയ എക്സ്പൾസിൻ്റെ തന്നെ സെയിം ഹൈറ്റ്, ഏകദേശം സെയിം ഹൈറ്റ്. ആക്ച്വലി കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ്, കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറവാണ്. കാരണം എക്സ്പൾസ് ഓഫ് റോഡിന് വേണ്ടി ഫോക്കസ് ചെയ്തുണ്ടാക്കി. ഇത് കുറച്ചും കൂടെ സ്ട്രീറ്റ് വെർഷൻ. അതുകൊണ്ട് തന്നെ റോഡ് വെർഷൻ, റോഡിൽ കൂടുതൽ ഓടിക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ തന്നെ എക്സ്പൾസിൻ്റെ കറക്റ്റ്, അതായത് ഓഫ് റോഡ് വെർഷൻ തന്നെ പുഷും തോന്നുന്നുണ്ട്, പുഷൊക്കെ ആവശ്യത്തിന് തന്നെ ഉണ്ട്. പിന്നെ ഓടിച്ചു നോക്കാം, പുഷ് കിട്ടണം തന്നെ. പുഷൊക്കെ ഒരു എക്സ്പൾസിൻ്റെ തന്നെ സെയിം പുഷൊക്കെ തന്നെ ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. പല വ്യത്യാസം ചെറിയ രീതിയിലൊരു ഹൈറ്റ്, പിന്നെ ആ ഫ്രണ്ടിലുള്ള ഫെൻഡർ, കുറച്ച് ബേസിക് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. കറക്റ്റ് മൈലേജ് ഒന്നും എനിക്കറിയില്ല. മൈലേജ് ഏകദേശം കാണിച്ചേക്കുന്നത് 17 km/ലിറ്റർ എന്നാണ് അറിയാം. ഇത് കറക്റ്റായിട്ടാണ് കാണിച്ചേക്കുന്നത്, മീറ്റർ കണക്കൊക്കെയാണ്. പക്ഷേ അതിൽ ഫുള്ള് കിട്ടാൻ പറ്റും. ബേസിക്കായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോർക്ക് ഏകദേശം സെയിം തന്നെ, അതുപോലെ തന്നെ എല്ലാം. ഇത് എക്സ്ട്രാ വെച്ചാൽ ഇതൊന്നും ഇല്ലാത്ത, ഇതൊന്നും വരുന്നില്ല ഇനി. അത് സാധാ എക്സ്പൾസിന് ഇതൊക്കെ സ്റ്റോക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ T വെർഷൻ, അതായത് റോഡ് വെർഷൻ അത് വരുന്നില്ല. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സാണ്. ഉള്ളത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ള നല്ല രസം തന്നെയാണ്. റോഡിൽ തന്നെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന രീതിയിലുള്ളത്. കാരണം ഓഫ് റോഡ് പോകുന്നതിന് കുറച്ച് ടോർക്ക് വേണ്ടി വരുന്നത് തോന്നും. ആ ടോർക്ക് ആവശ്യത്തിനുണ്ട് ഇതിന്. എൻ്റെ AS കൊണ്ടുള്ളൊന്നും ഓഫ് റോഡ് പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് ബേസിക് ഓഫ് റോഡ് കഴിവുകൊണ്ടേ പോവാം. ഇതിൽ കഴിവുകൊണ്ടല്ല, ടോർക്കുണ്ട്. ലോ ആൻഡ് ടോർക്ക് നല്ലപോലെ ഉണ്ട്. ലോ ആൻഡ് ടോർക്കും ഉണ്ട്, മിഡ് ടോർക്കും ഉണ്ട്. അല്ല പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല അതിനകത്ത്. മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം സെക്കൻഡ് അല്ലേ 68 കിട്ടോ? ഏത് വർഷം? അത് കുഴപ്പമില്ല, ലാഭം തന്നെയാണത്. വലിയ കുഴപ്പമൊന്നും ഓടിച്ചു നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഓടിച്ചു നോക്കിയിട്ട് എഞ്ചിന് വലിയ കുഴപ്പമില്ല. ടോർക്കും കാര്യങ്ങളൊക്കെ അവരുടെ കിട്ടുന്നുണ്ട്. കേബിളൊക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ക്ലച്ച് ഷോർട്ടാണ്, ഇച്ചിരി ഉള്ളു, ഇത്രയേ ഉള്ളൂ.